ഹൈസ്കൂൾ വിഭാഗം തിരുവാതിര കളി മത്സരവും സമാപിച്ചിരിക്കുകയാണ്. ആതിഥേയ സ്കൂളായ കൊട്ടാരക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഈ പ്രാവശ്യം ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. അവർ വലിയ ആഹ്ലാദത്തിലാണ്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. മോളെ എന്താ പേര്? ജയലക്ഷ്മി. ഏത് ക്ലാസ്സാ? 10. അർപ്പിത 8. വൈഗ 10ാം ക്ലാസ്. നിരഞ്ജന 9. വൈഷ്ണവി 10ാം ക്ലാസ്. ദ്യുതി 8C. അനാമിക 10. കീർത്തന 9. ദേവിനന്ദ 9. റിനി 10. അപ്പം അവർ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുണ്ട്, ഒപ്പം തന്നെ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ, ഹൈസ്കൂളിലെ പല വിദ്യാർത്ഥികൾ ചേർന്നാണ് അവർ മത്സരത്തിലേക്ക് പങ്കെടുത്തത്. അവർ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. അപ്പോൾ അവരെ ആ ഒരു സന്തോഷം നമുക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. എങ്ങനെയുണ്ട് ഇപ്പം? എന്താണ് തോന്നുന്നത്? പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ. ഒട്ടും പ്രതീക്ഷിക്കാതെ എന്താ അങ്ങനെ പ്രതീക്ഷിക്കാഞ്ഞത്? അത് എന്തോ ഇറങ്ങിയപ്പോ എല്ലാവർക്കും തെറ്റി അങ്ങനെ പോയി, അങ്ങനെ ഒരു മൈൻഡ് ആയിപ്പോയി. എപ്പോ ഇറങ്ങിയപ്പോഴേ? കളിച്ചിറങ്ങിയപ്പോ തൊട്ടേ. പിന്നെ ഇവിടുന്ന് ഓരോരുത്തരും കളിക്കുന്ന കാണുമ്പോ പറയുന്നത് നമുക്ക് കിട്ടത്തില്ല അങ്ങനെ പറഞ്ഞിരുന്നത്. ഞങ്ങൾ എല്ലാവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് ശരി. അപ്പം ഈ കളിച്ചതിൽ ഏറ്റവും മികച്ചതായിട്ട് നിങ്ങളായിരിക്കും കളിച്ചല്ലേ? ആയിരിക്കണം. അപ്പം ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കും ഇതിനെക്കാട്ടി മികച്ചതാക്കുമോ? ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചാൽ മതിയോ? മേടിക്കും. സ്റ്റേറ്റിൽ ഫസ്റ്റ് മേടിക്കും. അപ്പൊ ഇതാരാ നിങ്ങളെ പഠിപ്പിക്കുന്ന മാഷാരാ? അശ്വിനി ചേച്ചിയും പ്രാർത്ഥന ചേച്ചിയും. അവര് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. പ്ലസ് ടു സ്റ്റേറ്റ് പോയവരാ. സ്റ്റേറ്റ് പോയ ചേച്ചി വരെ. ഇപ്പൊ ഇതിനകത്ത് പാട്ട് പാടുന്നേരാ? തിരുവാതിരയുടെ പാട്ട് പാടുന്നേരാ? ആണോ? നിങ്ങൾ രണ്ടുപേരും മാത്രമാണോ? അപ്പൊ നിങ്ങളൊന്ന് അടുത്ത് നിൽക്കുവോ? നമുക്ക് ഇവർ ഈ തിരുവാതിര ഗാനം ഒന്ന് കേൾക്കാം. ഒപ്പം തന്നെ ഇവര് കൈയടിച്ച് അവരുടെ കൂടെ കൂടുകയും ചെയ്യും. രാഷ്ട്രന്മാർ ചെയ്തതെല്ലാം ഓർത്താലോ വാർത്തരാകും, പിന്നെ പാർത്തലം തന്നിൽ വീഴും. ദുഷ്ടനാം ദുര്യോധനാജ്ഞയാൽ ഭാരതമലയനവൻ കഷ്ടം നീഴൽ കുത്തിക്കൊന്നിതു പാണ്ഡവരെയും. ഭർത്താവ് ചെയ്തു പോയ നിജകർമ്മം സഹിയാഞ്ഞിട്ട് ക്രുദ്ധയ മമലയത്തിതൻ പുത്രനെ കൊന്നുവെകാൽ. കൃഷ്ണകൃപ കൊണ്ടവർക്ക് പുത്രനെയും കിട്ടി, തൽക്ഷണത്തിൽ പ്രാണനത് പാണ്ഡവർക്കുമേകി. കോമളാങ്കിമാരെ നിങ്ങൾ മോദമോടെ ആടിടുവിൻ, കോമളാങ്കിമാരെ നിങ്ങൾ മോദമോടെ ആടിടുവിൻ. ചാരുതരമാകും തിരുവാതിരരാവ്. ഇപ്പൊ ആവേശത്തോടുള്ള അവരുടെ ആ തിരുവാതിര ഗാനം കേട്ടു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾക്കോടൊപ്പം അവരെ ഈ തിരുവാതിര പഠിപ്പിച്ച 2 അധ്യാപകർ, അവരുടെ അധ്യാപകരെന്ന് വേണമെങ്കിൽ പറയാം. അവര് ഈ സ്കൂളിലെ തന്നെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ്. മുൻകാലത്ത് തിരുവാതിരയിലൊക്കെ സ്റ്റേറ്റിൽ പോയി കളിക്കുകയും പ്രൈസ് മേടിക്കുകയും ഒക്കെ ചെയ്ത അവരാണ്. നമുക്ക് അവരെ ഇത് പരിചയപ്പെടാം. എന്താണ് പേര്? അശ്വിനി പ്രശാന്ത്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പം ഡിഗ്രി ഫസ്റ്റ് ഇയർ. പ്രാർത്ഥന. എന്താണ് പേര്? പ്രാർത്ഥന. അല്ല, ഡിഗ്രി ഫസ്റ്റ് ഇയർ. എത്ര നാളെടുത്ത് ഇവരെ പഠിപ്പിക്കുന്നു? ഇപ്പം സബ് ജില്ല, ഇപ്പൊ ജില്ലയല്ലേ, അപ്പം സ്കൂൾ തൊട്ട് വന്നിപ്പോ ഒരു 3 മാസമാവുന്നു. ഇവരെ പഠിപ്പിക്കാൻ നല്ല പാടാണ്. ഇല്ല എല്ലാരും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നു. പാട്ടുകാരായാലും ഡാൻസുകാരായാലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുമായിരുന്നു. നിങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരല്ല. അല്ല, ഞങ്ങളുടെ ഫസ്റ്റ് ടീമാണിത്. അതാ ഇപ്പൊ ഞങ്ങൾ സ്റ്റേറ്റിൽ കൊണ്ടുപോകാൻ പോകുന്നത്. അതിന്റെ ഭയങ്കര സന്തോഷം. ഇപ്പൊ എന്തോ ചെയ്യണോന്ന് അറിയത്തില്ല, ഞങ്ങൾ കരച്ചിട്ട് വരുന്നു. ഒരു അത്ഭുതമായിട്ട് തോന്നില്ലേ? ഇവിടെ കളിച്ച ടീമായാലും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ സത്യത്തിൽ ഇവരെ ഇത് കണ്ടില്ല, ഇവരെ പെർഫോമൻസ് ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾക്കിപ്പോൾ സെം എക്സാം നടക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇറങ്ങാനും പറ്റത്തില്ല. ഇവർ മംഗളം പാടി നിർത്തിയപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊട്ടാരക്കര കാല് കുത്തിയത് ഇപ്പം. അപ്പോൾ ഇവർക്കായാലും ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ വിളിച്ച്, എന്നിട്ട് എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു, വിളിച്ചൊക്കെ പറഞ്ഞു ഇവരങ്ങ് ഭയങ്കര കരച്ചില്ല, ചേച്ചിമാരില്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഇതായിരുന്നു. അപ്പോൾ ഇവരെ പെർഫോമൻസ് കാണാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വിലയിരുത്താനൊന്നും പറ്റിയില്ല എങ്ങനെ ഉണ്ടെന്ന്. ഒരിതും ഇല്ലാതിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഫസ്റ്റ് കിട്ടി, അത് അനൗൺസ്മെന്റ് ചെയ്തപ്പോൾ ഞങ്ങളിവിടെ പൊട്ടിക്കരയുമായിരുന്നു. എല്ലാരും കാണുന്നവരെല്ലാം കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു. പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു മധുരം എന്ന് വേണമെങ്കിൽ പറയല്ലേ? ഇവരുടെ എഫേർട്ടിനനുസരിച്ച് പ്രതീക്ഷിച്ചതോ, പക്ഷേ ബാക്കി ടീം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. ആ ഒരു കൺഫ്യൂഷനേ ഉള്ളായിരുന്നു. പിന്നെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം.
അപ്പം ഒരു എന്നുവെച്ചാൽ പ്രതീക്ഷയില്ല, തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട്. അത് കാരണം ഈ ഫസ്റ്റ് കിട്ടും എന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയാണ്. മാത്രമല്ല ഇവരെ പഠിപ്പിച്ച അധ്യാപകർ, നമുക്കറിയാം ഇവിടെ വന്ന് തിരുവാതിര മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് പുറത്തുനിന്ന്, അതായത് ജില്ലയ്ക്ക് വെളിയിൽ നിന്നെത്തുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള അധ്യാപകരാണ് പഠിപ്പിക്കുന്നത്. ആ സ്ഥലത്താണ് ആദ്യമായി ഒരു ടീമിനെ സംസ്ഥാന തലത്തിലേക്ക് ഈ 2 പൂർവ്വ വിദ്യാർത്ഥികൾ അവരെ എത്തിക്കുന്നത്. അപ്പം ഈ തിരുവനന്തപുരത്ത് അടുത്ത മാസം നടക്കുന്ന ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ ഇവർക്ക് ഇതിലും മെച്ചമായി കളിക്കാനും സാധിക്കട്ടെ, 1ാം സ്ഥാനത്ത് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.